കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി മുസ്തഫ പറയുന്നത്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി മുസ്തഫ പറയുന്നത്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാലും അത് അസ്ഥാനത്തെന്നാണ് തുഹഫയിലുള്ളത്. കാണുമ്പോ തന്നെ അവിടെ അസ്സലാമു അലൈക്കും, ഇതൊന്നുമില്ല, തിരിഞ്ഞിരിക്കുക, അവൻ ഇനി ഇങ്ങോട്ട് വന്നിട്ട് അസ്സലാമു അലൈക്കും പറയട്ടെ, നമ്മൾ കാണാത്ത പോലെ നിൽക്കാം. ഇതാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നടക്കുന്നത്. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞ് അങ്ങോട്ട് പോയി സലാം പറയാ. പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ ആദ്യം സലാം പറഞ്ഞുകൊണ്ട് ആ പിണക്കം തീർക്കുന്നവനാരോ അവന് സ്വർഗം വാജിബായി നിർബന്ധമായെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരാള് സലാം പറയൽ സുന്നത്ത്, മടക്കലോ നിർബന്ധമാണ്. ഒരു സലാം പറഞ്ഞാൽ പിന്നെ മടക്കി വെക്കണം. വഅലൈക്കും അസ്സലാം. അതിനൊന്നും മടിച്ചിക്കണ്ട. എത്ര പിണക്കമുള്ള ചിലര് സലാം പറഞ്ഞാൽ ഒരു പിണക്കം ഒന്നുകൂടെ കാണിക്കും. ഇതൊന്നും ഒരു ഗുണമില്ല. ഇതൊക്കെ ദുന്യാവാ സഹോദരങ്ങളെ. ഇതൊക്കെ സെക്കൻഡിനുള്ളിൽ തീരും. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം നൽകാൻ. കോവിഡ് വന്നപ്പോ നമുക്കെന്തായിരുന്നു? വീടിന്റെ അകത്തളത്തിലിരിക്കുമല്ലേ. ഒരു ചെറിയ പനി കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചപ്പോ കച്ചവടമില്ല, ബിസിനസ് ഇല്ല, പള്ളിയില്ല, പള്ളിക്കാരില്ല, മെഹ്റാബില്ല, മിമ്പറില്ല, ഉസ്താദില്ല, മോദിനില്ല, എല്ലാ സൂക്കേടും തീർന്നിട്ടുണ്ട്. നമുക്കിപ്പോ അഹങ്കാരാണ്. വീണ്ടും വീണ്ടും അഹങ്കാരം കൂടുകയാണ്. അന്ന് വളരെ ഐക്യത്തോടുകൂടി ജീവിച്ചവർ ഇന്ന് അനേകമുണ്ടാക്കുന്നു. സമുദായത്തിൽ, മഹല്ലത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു. പരസ്പര സ്നേഹമില്ല, സൗഹാർദ്ദമില്ല, സന്തോഷകരമാകുന്ന ജീവിതമില്ല, കൊടുക്കൽ വാങ്ങലുകളില്ല. മുമ്പുണ്ടായിരുന്നതാകുന്ന സ്നേഹലാണുകൾക്കൊക്കെ കുറവ് വന്നുപോയി. വിദ്വേഷമാണ് മനസ്സിലെപ്പോഴും. പകയുമായി നടക്കണം. എല്ലാവരോടും വെറുപ്പാണ്. ചെറിയ മക്കൾക്ക് തന്നെ വാപ്പ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ ശത്രുക്കൾ, ഇന്ന ആൾക്കാരാ ശത്രുക്കളെന്ന് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കാം. അവനോട് മിണ്ടല്ല, അവൻ നമ്മുടെ ശത്രുവാണ്. ഇവനോട് മിണ്ടല്ല, അവൻ നമ്മുടെ ശത്രുവാണ്. അല്ല കൊച്ചാപ്പ ഉണ്ട്, അവൻ നമ്മളെ കണ്ണെടുത്ത കണ്ടുകൂടാ. അവൻ അങ്ങനെ പണ്ട് ചെയ്തതാണ്. പണ്ടത്തെ കാര്യം മുഴുവൻ പറഞ്ഞ് മക്കളെ വടക്കാക്കി വെക്കുക. ഇവരുടെ ഹൃദയത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ വെറുപ്പും വിദ്വേഷവും. അള്ളാഹു നമ്മളെ കാക്കണം.